ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ GTA 5 അടുത്ത ഒരു ബാങ്ക് റോബർ ചെയ്യാൻ പോവാണ് ഗൈസ്. അതായത് നമ്മൾ അതിൽ കുറച്ച് ഹാക്കും കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ ലോക്കും കാര്യങ്ങളും പൊട്ടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ GTA 5 ഈ റോബർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ട വരും. എന്തായാലും ഗൈസ് നമ്മൾ ഫുൾ വീഡിയോ കണ്ടു നോക്കുക, എന്നാലേ ഇതിൻ്റെ ഫുൾ റോബറിയുടെ ഫുൾ ഇതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗൈസ് ഇതിന് മുന്നത്തെ മിഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പോയി കാണുക ഗൈസ്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് പെയ്യെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് വിടാം. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ പ്ലാനിങ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് എപ്പോഴും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അവിടെ റോബർ ചെയ്യാനും ഇതിനൊക്കെ പോകുന്നത്. അപ്പോൾ ഗൈസ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോകാം. അതാണ് ഗൈസ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നേരെ ഗവൺമെൻറ് ഫെസിലിറ്റീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മാപ്പിൽ റൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്ക് നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ്. പിന്നെ മണ്ടയ്ക്ക് അവർ പെട്രോൾ ഒഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അയ്യോ കയറിയില്ലേ, പുള്ളിയുടെ എന്താടാ കേരള മോനെ ഇന്നത്തേക്കൊന്ന് വാടാ, കയറ് 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 കയറി ഓക്കെ. അപ്പോൾ പുള്ളി മണ്ടയ്ക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കത്തിക്കുവാണോ അല്ലേ എന്നൊക്കെ ആർക്കറിയാം. എന്തായാലും ഗൈസ് നമുക്കിനി അടുത്ത ഏരിയയിലോട്ട് പോകണം. അവിടെ ഏകദേശം 1.95 മൈൽ ഏകദേശം ദൂരമൊക്കെ ഉണ്ട്. നമുക്കിനിയും അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അവിടെ നടക്കാൻ പോകുന്നത് കാരണം നമ്മളിപ്പം ഒത്തിരി പോകുന്നതിൻ്റെ അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലെങ്ത് ആയിരിക്കും വീഡിയോയ്ക്ക്. പിന്നെ വെറുതെ ലാഗായിരിക്കും വീഡിയോ, ഭയങ്കര ലാഗാകും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഷോർട്ട് ആക്കുക വീഡിയോ, എന്നിട്ട് മാക്സിമം കണ്ടൻറ്റ് അങ്ങോട്ട് ഉൾപ്പെടുത്തുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നൈസായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് എടുക്കാം. ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുത്ത് ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കൊണ്ട് എടുത്താൽ മതി ഗൈസ്, വേറെ സീനൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഗവൺമെൻറ്റിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ മാസ്കും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ ഹെലികോപ്റ്റർ കയറാൻ പോവാണ് ഗൈസ്. അതായത് നമ്മൾ റോബർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് വേണം റോബറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഹെലികോപ്റ്ററിൽ നമ്മൾ പോകുന്നതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മണ്ടയ്ക്ക് ഒന്ന് ജമ്പ് ചെയ്യുകയൊക്കെ വേണം ഗൈസ്. എന്തും ആവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ മെയിൻ പ്രശ്നം വെച്ചാൽ എനിക്ക് ഹെലികോപ്റ്റർ എന്നുള്ളൊരു സാധനം ഭയങ്കര പാടാണ്. ഈ ഒരു സീനെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഗൈസ്. അത് എന്നെക്കൊണ്ട് അങ്ങനൊന്നും പറ്റൂല സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ഹെലികോപ്റ്ററിൽ എനിക്ക് ഒരു പരിപാടി അറിയത്തില്ല. അതായത് ഈ ഒരു ഗെയിമിൽ ഇങ്ങനത്തെ ഒരു ഹെലികോപ്റ്റർ വെച്ച് നമുക്ക് ഭയങ്കര പാടുപെട്ടാണ് ഇതൊക്കെ ഹെലികോപ്റ്റർ താക്കുകയും ഹെലികോപ്റ്റർ പൊക്കുകയും ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ അകത്തോടൊക്കെ പോകുന്നതുമൊക്കെ. ഇപ്പോൾ കൊണ്ടവർ ആ ചെറിയൊരു ഹോളിനകത്തോടൊക്കെ പോകാനാണ് പറയുന്നത്. ഇവിടെ അല്ലാതെ താക്കാൻ പോലും അറിയത്തില്ല ഞാൻ എങ്ങനെ ആ ഹോളിനകത്തോടെ പോകുന്നത്. പിന്നെ ഭാഗ്യം കൊണ്ട് പോയെന്ന് പറയാം. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ കൺട്രോൾ കിട്ടാറില്ല ഗൈസ്, അതാണ് സത്യം. എന്തായാലും ഹെലികോപ്റ്റർ തന്നെ ഇവിടെ ആടി ഒലഞ്ഞാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ആടി താഴോട്ട് പോയി മേപ്പോട്ട് വന്നൊക്കെയാണ് നമ്മൾ പോകുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് നമ്മളിതേ ഹെലികോപ്റ്ററിനടുത്ത് ചാടുകയാണ്. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് FIBയുടെ ബിൽഡിങ്ങിലോട്ട് പോവാം ഗൈസ്. ഇനിയിപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് മാക്സിമം പോകാൻ നോക്കേണ്ടത്. അവിടെ നമ്മൾ ചെല്ലണം, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു റൂഫിൻ്റെ ടോപ്പിൽ നമ്മൾ ചെല്ലണം. അതിച്ചിരി ടാസ്ക്കാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാം ഗൈസ്. എന്തായാലും ഇച്ചിരി ടഫാണ് കേട്ടോ, ചുമ്മാ ഒന്നുമല്ല, ഇച്ചിരി ടഫാണ്. നമ്മൾ പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓ ഗൈസ്, അവിടെ എല്ലാ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ 2 പാരച്യൂട്ടൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവന്മാരൊക്കെ അവിടെ ചെന്നെന്ന് തോന്നുന്നു. നമ്മൾ അത്യാവശ്യം നല്ല പാടാണ്. നമ്മൾ മാക്സിമം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരെങ്കിലും ചെല്ലുമെന്ന് ഗൈസ്. എന്തായാലും നമ്മളൊന്നും ചെന്നിട്ടില്ല, അത് വേറെ കാര്യം. ഒന്നും ആയിട്ടില്ല. നമ്മൾ ടോപ്പിൽ ഇറങ്ങോ ഇല്ലയെന്ന് അറിയണമല്ലോ, എന്നിട്ട് നമുക്ക് പറയാൻ പറ്റൂ.
എൻ്റെ ഒരു ഇത് വെച്ചിട്ട് തോന്നുവാണെങ്കിൽ ടോപ്പിൽ ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. ഇനിയും എന്തെങ്കിലും പറ്റിയത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ഒന്നുകൂടെ റീട്രൈ അടിക്കുക ഗൈസ്. ഓ സൈഡിലായിരുന്നു. ഇവിടെ ഇറങ്ങ്. ഓ ഗൈസ്, ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പാരച്യൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. ഓക്കെ, നമുക്കിനി ഗ്ലാസ് അങ്ങോട്ട് കളയാം. എന്നാലും നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് ഗ്ലാസ് കട്ട് ചെയ്തിട്ട് ആ ഗ്ലാസ് അങ്ങോട്ട് എടുത്ത് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് സെർവർ റൂമിലോട്ട് പോവാം ഗൈസ്. FIBയുടെ സെർവർ റൂമിലോട്ട് പോവാം. ഓക്കെ, ഇതൊന്നും തുറക്കാൻ പറ്റാത്ത ഗൈസ്, തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെന്താണ് ഇവിടെ ഉണ്ട്? ഇവിടാണോ ബോംബ് കൊണ്ട്? ബോംബ് അവിടാണോ ബോംബ് വെക്കുന്നത്? വാതിലില്ലേ ബോംബ് വെക്കണ്ടേ? വാതിൽ ബോംബ് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ ഞെക്കിയാൽ സെറ്റാവുമായിരിക്കും ഗൈസ്. നമ്മളപ്പം ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെടി വെച്ചാൽ പൊട്ടുമോ ഗൈസ്? വെടി വെച്ചാൽ പൊട്ടുമോ? അതോ ടൈം ആയാലേ പറ്റത്തുള്ളൂ? പൊട്ടി ഗൈസ്, നമ്മളൊരു ഷോട്ട് കൊടുക്കേണ്ട കാര്യമുള്ളായിരുന്നു. ഓക്കെ, നമ്മൾ സെർവർ റൂമിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് FIBയുടെ സെർവറും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഹാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. കാരണം നമുക്ക് സെർവർ ക്രാക്ക് ചെയ്യണമല്ലോ, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ ഗൈസ്. നമുക്ക് എക്സ്റ്റേണൽ. ഓക്കെ, ഗൈസ് തീർന്നു. ഇതിനി എന്താ ചെയ്യണ്ടേ ഗൈസ്? ഇതിനെ എങ്ങനെ ശരിയാക്കും? എവിടാടാ ഇത്? 65, 49, 19, 41 ഗൈസ്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നല്ല പാടുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഈ ഇങ്ങനെ കിടക്കുന്ന നമ്പറിനകത്ത് നമുക്ക് തല ഇറങ്ങുന്നു എനിക്കിത് കണ്ടിട്ട്. പിന്നെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇത് എവിടാടാ ഇത് ഗൈസ്? ഒരു പിടിയില്ല കേട്ടോ. ഇത് എവിടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്ത് ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്നു? ഇത് നമുക്ക് ഈ നമ്പറെല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ ഇല്ല വല്ലാതെ വരുന്നു. ഇങ്ങനെ മാറി പൊക്കോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യടാ? ഇപ്പോൾ ഇവിടെ കൊണ്ട് വന്നായിരുന്നു, എന്നിട്ട് പോയി. അത് ഗൈസ് പോയി, എല്ലാം ഗൈസ് എല്ലാം പോയി. ഓക്കെ, നമ്മൾ മെഷീൻ ഫെയിലായിട്ടുണ്ട്. അടിപൊളി ഗൈസ്. ഇനി എന്തോ ചെയ്യും? ഒന്നുകൂടെ. അത് പുതിയ നമ്പർ 17 ഗൈസ്. ഇത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. 17 എവിടാന്നൊരു പിടിയില്ല. 17, 35 അല്ലേ ഗൈസ്? 17, 35 എവിടാന്നൊരു പിടിയില്ലല്ലോ. എവിടാടാ 17, 35 ഗൈസ്? ഇത്ര നമ്പർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും പ്രത്യേകിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായി നമുക്ക് കണ്ടുപിടിക്കാൻ. പിന്നെ ചില സമയത്ത് കാണും അത് നമ്മുടെ കണ്ണിൻ്റെയും കൂടെ ഒരു കുഴപ്പമുണ്ട്. കിട്ടി. അത് പോയി. എടാ അതെന്ത് ചെയ്യടാ? അത് പോയല്ല ഗൈസ്, അത് പോയി. നമ്മളിനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനെ നോക്കാം. ഇനി എവിടെയെങ്കിലും കാണുമായിരിക്കും. എന്തിയടാ ഓക്കെ, അതും ഫെയിലായി. ഒന്നുകൂടെ 1, 26, 38, 96. അപ്പോൾ ഗൈസ് നമുക്ക് സാധനം കണ്ടുപിടിക്കാം. നമ്മൾ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ലോക്ക് കോഡുണ്ട്. അത് നമുക്കൊന്ന് പൊട്ടിക്കണം ഗൈസ്. നമുക്കപ്പോൾ അടുത്ത ലോക്കും കാര്യങ്ങളും പൊട്ടിക്കാനാണ് നോക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഫെയിലായി ഗൈസ്. കിട്ടിയില്ല. ഓക്കെ, ബി കിട്ടി. എല്ലാം പോയി. ബി കിട്ടി ഗൈസ്. എ കിട്ടി. സി. കെ കിട്ടിയില്ല. ബി കിട്ടി ഗൈസ്. എ കിട്ടിയില്ല. കറക്റ്റ് ലോക്ക് വീഴണം, മനസ്സിലായോ?
ഓക്കെ, എ കിട്ടി, സി കിട്ടി ഗൈസ്, കെ കിട്ടി, ഡി കിട്ടി. ഓ ഗൈസ് ഓ കിട്ടി. അയ്യോ കാര്യമായി. അവസാനം വരുമ്പോൾ വല്ലൊരെണ്ണം പോയായിരുന്നെങ്കിലോ നമ്മൾ വീണ്ടും പെട്ടേന് ഗൈസ്. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ കോപ്പി ചെയ്യാനുള്ള സമയമാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫയലും കാര്യങ്ങളും കോപ്പി ചെയ്യാൻ ടൈം ഇട്ടിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ നമുക്കിവിടെ അടുത്ത ആൾക്കാർ വരുന്നുണ്ട് ഗൈസ്. അതായത് നമുക്ക് അലാറം കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാവരും കൊല്ലണം ഗൈസ്. നമ്മളിനിയും ഇവരെ എല്ലാവരെയും ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്തണം. FIBയെ ഫുള്ള് ഹോൾഡ് ചെയ്ത് നിർത്തണം. ഇവിടെ എല്ലാ ആൾക്കാരാണ്. ഇവന്മാരെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തിയാലേ നമുക്ക് കാര്യങ്ങൾ കോപ്പി ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കോപ്പി ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റൂല. അപ്പോൾ നമ്മൾ ഇവന്മാരെല്ലാവരും കൊന്നു തന്നെ കളയേണ്ട വരും ഗൈസ്. ഇവിടെ ഒത്തിരി പേരുണ്ട്. ഇവന്മാർ ഒത്തിരി പേരുണ്ട് ഗൈസ്. ഇവന്മാരെയൊക്കെ അങ്ങനെ വേഗമൊന്നും കൊല്ലാൻ പറ്റൂല, ഇച്ചിരി പാട് തന്നെ. അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഓരോരുത്തന്മാർ വരുന്നുണ്ട്. മണ്ടയ്ക്കൊന്നും താഴേന്നും നീലയിന്നും ഒക്കെ. ഇവന്മാരൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ആർക്കറിയാം. ഓ അതിൻ്റെ ഇടയ്ക്കൊരു തല. ഓക്കെ, അങ്ങനെ കിട്ടി. ഓ ഗൈസ്, ഇവിടെങ്ങാണ്ട് ആളുണ്ടായിരുന്നു ഗൈസ്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ എവിടെയൊക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ മണ്ടയ്ക്കൊക്കെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് നോക്കാം എന്ത് ചെയ്യും ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, അടുത്തതിനെ നമ്മൾ ഫ്രാങ്കിലോട്ടാക്കിയിട്ടുണ്ട്. ഓ നമ്മുടെ ഹെലികോപ്റ്റർ. ഓക്കെ, ഹെലികോപ്റ്റർ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഹെലികോപ്റ്റർ പോയി. ഇത് നമ്മുടെ ഹെലികോപ്റ്റർ അല്ലായിരുന്നു, ഇത് പോയെന്ന് തോന്നുന്നു. നമ്മുടെ ഹെലികോപ്റ്റർ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അത് പോയി, ഹെലികോപ്റ്റർ പോയി. നമ്മുടെ ഹെലികോപ്റ്റർ പോയി ഗൈസ്. നമ്മുടെ തന്നെ ആയിരുന്നു അത്. എനിക്ക് അതാ തോന്നുന്നത്, നമ്മുടെ തന്നെ ഹെലികോപ്റ്റർ ആയിരുന്നു. ഇനി നമ്മളിവിടെ നല്ല രക്ഷപ്പെടേണ്ടി വരും. ഓക്കെ, നമുക്കിനി മൈക്കിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇവന്മാരെല്ലാം വെടിവെക്കും ഗൈസ്. അവന്മാർ ഒത്തിരി പേരുണ്ട്. അവിടെ ഒരു ഇതുപോലെ നിൽക്കുന്നു, മാല പോലാണ് എനിക്ക് മാപ്പിനകത്ത് കാണുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിനി യുവമാരെ എല്ലാം കൊന്നൊടുക്കിയിട്ട് വേണം ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി. ഗൈസ്, നമ്മൾ 2 ആൾക്കാരേ ഉള്ളൂ. യുവമാർ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. യുവമാരെല്ലാവരെയും എന്ന് കൊല്ലാനാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ചത്തോ എല്ലാവരും? ഗൈസ്, എല്ലാവരും ചത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഡൗൺലോഡ് കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട്. കാര്യങ്ങൾ കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതെല്ലാം തീർന്നു. ഇനി നമുക്ക് നേരെ ഈ ഒരു ബിൽഡിങ്ങിനെ എസ്കേപ്പ് അടിക്കണം. അത്രേ ഉള്ളൂ ഗൈസ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാരാ നമ്മൾ 3 പേരുണ്ടായിരുന്നു. ഇത്ര നേരം നമ്മൾ 2 പേരൊക്കെ ഉള്ളായിരുന്നു. ഓ ഗൈസ്, നമ്മൾ ഡബിൾ ബാറിലാണ് ആക്കിയേക്കുന്നത്. ഓക്കെ, അവനും കൊടുത്തൊരു ഷോട്ട് ഗൈസ്. നമുക്ക് റീലോഡ് ചെയ്യാം. നമ്മൾ തന്നെ അവൻ തന്നെ അടിച്ച് പൊട്ടിച്ചോളും. ഓക്കെ, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. അടുത്ത ആളെന്ത് ഇതൊന്ന് അടിച്ചു പൊട്ടിക്കണേ ആരേലും. ഈ എന്തോടാ, ഇവിടെ നിറച്ച ആളാണ് ഗൈസ്. ഓക്കെ, ആ ഒരു ഏരിയ ഫുള്ളും ക്ലിയറായി. ഇനി അടുത്ത ഏരിയയിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം തീയാണ്. ഓക്കെ, നമുക്ക് വലുതായിട്ട് കാണത്തൊന്നുമില്ല, ആദ്യം വലുതായിട്ട് കാണുന്നൊന്നുമില്ല. പിന്നെ നമ്മളൊരു ഊഹത്തിനൊക്കെയാണ് ചിലരെയൊക്കെ അടിക്കുന്നത്. പിന്നെ അവന്മാർ തോക്കേന്ന് വരുന്ന ഫയറിൻ്റെ ആ ഒരു സ്പാർക്ക് കണ്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത് പലരെ. ഓ ഗൈസ്, ഇത് നമ്മുടെ ഹെലികോപ്റ്റർ അല്ലേ? ഓക്കെ, നമ്മുടെ ഹെലികോപ്റ്ററും കുട്ടിപ്പുള്ളിയെല്ലാം ചത്തുപോയി ഗൈസ്. ഓ, അത് ഫുള്ളുകളായി താഴെ പോയി, പുള്ളിയോട് താഴെ പോയി. ഇനിയിപ്പം ഹെലികോപ്റ്റർ കിട്ടുമെന്നൊരു പിടിയില്ല. ഹെലികോപ്റ്റർ ഇനിയും കിട്ടത്തില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. അതാണ് ഇനി നമ്മുടെ അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നൈസായിട്ട് അങ്ങോട്ട് പയ്യെ പോവാം. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. ഈ സൈഡിൽ ആരെണ്ണം തോന്നുന്നു, അവന്മാർ കൊന്നെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡബിൾ ബാലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ 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 ഒറ്റവെട്ടിക്ക് ചോര തെറിക്കുകയാണ് ഗൈസ്. നമ്മുടെ വാതിലിലൊക്കെ ചോര തെറിച്ച് കിടക്കുകയാണ്. ഓക്കെ, തലയ്ക്ക് കൂടുതലാട്ടിയൊക്കെ തലയ്ക്കും പുറത്തുമൊക്കെയാണ് കിട്ടുന്നത്.
നമ്മൾ ലെഗിലൊന്നും ഒരു ഷോട്ടില്ല, മനസ്സിലായ? നമ്മൾ അടിക്കുന്ന അടി മാക്സിമം ദേഹത്ത് തലയ്ക്ക് ആ ചെസ്റ്റ് ആ ഒരു സൈക്കിളോട്ടാണ് ഫുള്ള് നമ്മൾ അടിക്കുന്നത്. നമ്മൾ കണ്ടോ, ഒറ്റയടിക്ക് 2 പേര് തീർന്നില്ല. ഒരാൾ തീർന്നായിരുന്നു, ഒരാൾക്ക് നല്ലൊരു അടി കിട്ടിയായിരുന്നു. പിന്നെ അടുത്ത അടിക്ക് അവനും തീർന്നു, അത് വേറെ കാര്യം. ഗൈസ് ഇത് തീരുന്നില്ലേ? ഇത് എപ്പോൾ ഇറങ്ങും ഇനി ഇതിനകത്തുനിന്ന്? കുറേ ആയല്ലോ. ചത്തോ ഗൈസ്? അവനൊക്കെ ചത്തും തോന്നുന്നു. ഓക്കേ, കിട്ടി. ഓക്കെ, നമ്മൾ റീലോഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കൊണ്ട് പോകുന്നടാ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് ചെല്ലാം. എന്ത് ആരുമില്ല. ഇതുവരെയായിട്ട് ആരും വന്നില്ല. ഇവിടെ ഇപ്പോൾ ഒന്നും ആരും വന്നിട്ടില്ല. ഇവിടെ ആരാണ്ട് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, കണ്ടുപിടിച്ച്. അവന്മാർ 2 പേരെ നമ്മളെ കൊന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ട് ഗൈസ്, ഇല്ല അഴിയൊന്നും ഇല്ല. ഓക്കെ, നമ്മളിനി ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് താപ്പോട്ടിന് എങ്ങനെ ഒന്ന് ഇറങ്ങുന്നത്, അതാണ്. അപ്പോൾ അടുത്ത നമ്മൾ റോപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ റോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ അതിനകത്ത് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് തൂങ്ങി അങ്ങോട്ട് ഇറങ്ങുക, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട്. അങ്ങോട്ട് തവളച്ചാട്ടം ചാടുന്ന പോലെ ചാടി അങ്ങോട്ട് പോവുക, അതേ ഉള്ളൂ നമ്മുടെ ഒരു വഴി, വേറൊരു വഴിയില്ല ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ സ്മൂത്തായിട്ടാണ് ചാടി പോകുന്നത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, സ്മൂത്താണ് ഗൈസ്, ഒരു കുഴപ്പമില്ല. ഇതുവരെയായിട്ടൊരു സീനും ഇല്ല. എന്താണ് റാപ്പോട്ട് ചാടറാ റാപ്പോട്ട്? അവന്മാർ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മൾക്ക് വേണ്ടി. അവന്മാരൊക്കെ ചാടി അങ്ങ് പോയി. അവന്മാരങ്ങ് ആദ്യം അങ്ങ് ചാടി പോവാം. നമ്മളതിൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിലും പക്ഷെ അവന്മാർ ഭയങ്കര സ്പീഡിലാണ് ചാടി പോകുന്നത് ഗൈസ്. എന്തായാലും നമ്മൾ ചാടി ഏകദേശം താഴെ ആവാറായെന്ന് തോന്നുന്നു. ഇത് കുറേ ആയല്ലോ. ഇത് എന്തൊരു ബിൽഡിംഗ് ആടാ, അയ്യോ കാര്യമായി. എന്നിട്ട് താഴെ ആയിട്ടില്ല ഗൈസ്, എന്നിട്ട് നമ്മൾ താഴെ ആയിട്ടില്ല കേട്ടോ. ഓ, ഗണ്ണ് കൊണ്ട് വെടി വരുന്നുണ്ട് ഗൈസ്. അടി കിട്ടി. ഡിസ്ട്രോയ് ദ ഹെലികോപ്റ്റർ. ഓക്കെ, ഓ കിട്ടിയില്ല. ചത്ത് നമ്മൾ എടാ, എൻ്റെ ദൈവം, ഇതെന്താടാ കൊള്ളാത്ത? ഒന്നും കൊള്ളുന്ന പോലെ ഇല്ലല്ലോ ഈശ്വര. നമ്മൾ ഈ വേണ്ടാത്ത ഹെലികോപ്റ്ററിനാണ് ഒരു ഷോട്ട് കൊടുത്തത്. മൈക്കിൾ ഡെഡായി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും അവിടോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ വരും. ഈ ഒരു ഷോട്ടിൽ കണ്ടോ അവന്മാർ ഉറപ്പായിട്ട് നമ്മൾ തീർക്കും. അയ്യോ കിട്ടിയില്ല. എന്തായാലും ഇത്തവണ അവന്മാർ മാറേണ്ട ആവശ്യം വരത്തില്ല. എടാ എന്താടാ, കിട്ടി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഷോട്ടിൽ നമ്മൾ തീർക്കുമെന്ന് പറഞ്ഞാൽ തീർക്കും ഗൈസ്. ഇവനെ നമ്മൾ തീർത്തിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗണ്ണം കൊണ്ട് സ്വിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ വെടികൊണ്ട് ചെയ്യാവും ഗൈസ്. നമ്മൾ അടുത്ത ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നാണ് നമുക്കിനി അടുത്ത പരിപാടി ഗൈസ്. ഇനി ഇവിടെ നിന്ന് അടുത്ത റോപ്പിട്ട് സപ്പോർട്ട് ഇറങ്ങുക. ഓക്കെ, ചാടി അങ്ങോട്ട് ഇറങ്ങുക. ഓക്കെ, ഒന്നുകൂടെയും ചാടുക. ഓ, ഇറങ്ങ്, പോട്ടെ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോവാം. ഓ ഗൈസ് കൊണ്ടില്ല. ഓക്കെ, അവനും കൊണ്ട്. ഓക്കെ, അവനും കൊണ്ടിട്ടുണ്ട് ഗൈസ്. അവന്മാർക്ക് 2 പേർക്കും കൊണ്ടിട്ടുണ്ട്. നമ്മളൊന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ ലൈഫൊന്ന് കൂട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടും പേടിക്കണ്ട, നമ്മളവിടെ ഇറങ്ങി അങ്ങോട്ട് കളിക്കുകയാണ്. 2 പേരെ അങ്ങനെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇപ്പുറത്തൂടെ പോവാം. അവനപ്പുറത്തൂടെ വരും, എന്നിട്ട് ഇവന്മാർ കൊന്നുമില്ല. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളിനി ആംബുലൻസിലാണ് ഗൈസ് പോകുന്നത്. ആംബുലൻസിൽ വേണം നമുക്കിനിയും യാത്ര ചെയ്യാൻ. നമ്മൾ ആംബുലൻസിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പം ഇതിലാണ് ഇവിടുന്ന് എസ്കേപ്പ് ആകുന്നത്. കാരണം ആംബുലൻസ് ആകുമ്പോൾ ആരും തടഞ്ഞു നിർത്തിട്ടില്ലല്ലോ ഗൈസ്. ഇതാകുമ്പോൾ നമുക്ക് സ്മൂത്താണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ഏരിയയിലോട്ട് പോവാം ഗൈസ്. ഓ, പോലീസുകാർ സീനൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം.
ഓക്കെ, നമ്മൾ സേഫ് ഹൗസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തോട്ട് കയറാം. ഓക്കെ, നമ്മളെ കൊച്ചാട്ടൻ